ഹാപ്പി ന്യൂസ് ഉണ്ട്. ബീഹാറിലെ കോൺഗ്രസിന് 60ഓളം സീറ്റില് മത്സരിച്ചിട്ടേ 6 സീറ്റിലാണ് ഭൂരിപക്ഷം ഉള്ളൂ. അപ്പൊ കേരളത്തിലെ കോൺഗ്രസുകാരോട് ഞാൻ പറയുന്നത്, കേരളത്തിലെ കത്തോലിക്ക കോൺഗ്രസുകാരോടും കോൺഗ്രസ് അടിമ കോൺഗ്രസുകാരോടാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസിന്റെ അവസ്ഥ ബീഹാറില് 60-ല് 6 സീറ്റില് മാത്രം ഭൂരിപക്ഷം. പപ്പുമാൻ കുറെ കാര്യങ്ങളെങ്കിലും പറഞ്ഞു നോക്കി, വോട്ട് ചോരിയാണ്, അതാണ് ഇതാണ് എന്തൊക്കെയോ ഫൂളിഷ്നെസ് പറഞ്ഞു. ഇപ്പൊ കോൺഗ്രസ്സുകാരൊന്ന് ആലോചിച്ച് വയ്ക്ക, ബ്രിട്ടീഷുകാര് പടച്ചു വെച്ചിട്ട് പോയ ഉണ്ടാക്കി വെച്ച് പോയ അളിഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ്. ഞാൻ പിന്നെയും പറയുന്നു, 80% ആളുകള് സമാധാനം എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ പിന്നിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ഈസി ആയിട്ട് ഇന്ത്യയില് തുടരാൻ സാധിച്ചതിന്റെ ഫുൾ ഉത്തരവാദിത്വം കോൺഗ്രസിനാന്ന് പറയും. പല നാടകവും അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മഹാന്മാരെന്ന് വിളിക്കുന്ന പല ആളുകളും, ഈ ചാച്ചാച്ചി എന്ന് വിളിക്കുന്ന ആള്, വിമാരമൊക്കെയും ബ്രിട്ടീഷ് സ്പൈകളായിരുന്നു എന്നും ജനങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ഇനി മനസ്സിലാക്കി പറയാൻ തുടങ്ങുള്ളൂ, പറയും. വിദേശീയര് ഉണ്ടാക്കി വെച്ച് പോയ പാർട്ടി ഇന്ത്യനെ ചുരുട്ടി പിടിച്ച് അടക്കി ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി കോൺഗ്രസ് ബി ജെ പിയുടെ മുന്നില് അടിപതറി വീഴാണ്. NDAയുടെ മുൻപില് ബീഹാറിൽ അടിപതറി വീണു. ഇനിയിപ്പോ എന്താ പറയാന്നറിയില്ല, എന്ത് ചോരിന്ന് വിളിക്കാന്നറിയില്ല. അപ്പൊ ഞാൻ പിന്നെയും പറയുന്നു, കത്തോലിക്കക്കാരോട്, കോൺഗ്രസ്സുകാരോട്, ക്രിസ്ത്യാനിറ്റിയോട് ഞാൻ പറയാണ്, കേരളത്തില് നിങ്ങൾ മാറി ചിന്തിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഭാവിയില് വിദേശത്ത് പോയി ജോലി ചെയ്യണ പോലെ നല്ല സാലറി അവസരങ്ങളും കേരളത്തിൽ കിട്ടും. സമയം കളയേണ്ട, 5 കൊല്ലം വേസ്റ്റ് ചെയ്യരുത് ഇനിയെങ്കിലും. ഈ പഞ്ചായത്ത് ഇലക്ഷനും, ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനും നെക്സ്റ്റ് വരാൻ പോകണം, അതിനോടനുബന്ധിച്ച് വരുന്ന നിയമസഭ ഇലക്ഷനും BJPക്ക് വോട്ട് ചെയ്ത് NDAക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അത് നമ്മുടെ ധാർമ്മിക അവകാശമായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. മോറൽ റൈറ്റ്സ് ആണ്. ആരുടെ? നമ്മുടെ തലമുറ അങ്ങനെ പോയതെങ്കിൽ വിചാരിക്കും, നമ്മുടെ കുട്ടികള്, ആ കുട്ടികൾക്ക് കേരളം നമ്പർ 1 ആയി മാറും, വേൾഡിൽ നമ്പർ 1 ആക്കാം. ഇവന്മാര് പറയണ ഊള നമ്പർ 1 അല്ല. മെഡിക്കൽ കോളേജുകളില്, സർക്കാർ ഹോസ്പിറ്റലുകളില് നിലത്ത് കിടന്ന് ചികിത്സിക്കേണ്ട അവസ്ഥ നമ്മൾ ഒരുപാട് കണ്ടതാ. ഒരു രാഷ്ട്രീയക്കാരനും ഒരു സർക്കാർ എംപ്ലോയിയും സർക്കാർ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. അവർക്കറിയാം ജീവൻ പണയം വെച്ചുള്ള കളിയാണ് സർക്കാർ ഹോസ്പിറ്റലുകളില്. നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് വീമ്പടിക്കുന്നുണ്ടല്ലോ. നമുക്ക് മാറി ചിന്തിക്കാട്ടാ. കത്തോലിക്ക കോൺഗ്രസ്സുകാരും ക്രിസ്ത്യാനിറ്റിയോട് ഞാൻ പറയുന്നു, BJPക്ക് ഒപ്പം തോളിൽ കൈയിട്ട് നമുക്ക് പോകണം. ഒരുപാട് വൈദികരും മതമേലധ്യക്ഷന്മാരും പറയാൻ തുടങ്ങി, 2 കൂട്ടർക്ക് നമ്മളെ വേണ്ട. ആർക്ക് നമ്മളെ വേണോ, നമ്മുടെ ഒപ്പം ആരുണ്ടോ അവരുടെ കൂടെ. ഞാൻ ഒരുപാട് വൈദികർക്കും അപ്രോച്ച് ചെയ്തപ്പോ അവരും പറഞ്ഞത്, അവിടെ നിന്ന് എനിക്ക് റിപ്ലൈ ഇത് തന്നെയാണ്, 2 കൂട്ടർക്കും നമ്മളെ വേണ്ട, ആർക്ക് നമ്മളെ വേണോ അവരുടെ കൂടെ. ഇപ്പൊ BJPയും പറയുന്നു, എല്ലാവർക്കും ഒപ്പം, എല്ലാവർക്കും വേണ്ടി, മാറാത്തത് മാറും. അത് കേരളത്തിൽ എത്രയും പെട്ടെന്ന് പറയാൻ കാരണമുണ്ട്. 5 കൊല്ലം നമ്മുടെ കുട്ടികളുടെ ലൈഫ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വേസ്റ്റ് ചെയ്യരുത് പ്ലീസ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാ. എല്ലാവരും ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടും കുട്ടികളുടെ ഫ്യൂച്ചർ, അതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നുള്ളൂ. ആ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ, PM ശ്രീ പദ്ധതി കേരളത്തിൽ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്നിങ്ങനെ ഞാനിന്മേൽ നിൽക്കാണ്. ടൂറ് പോകാനുള്ള പൈസ വരെയാണ് കൊടുക്കുന്നത്. എക്സ്കർഷന് ടൂറ് പോകാൻ പൈസ ഇല്ലാണ്ട് കുട്ടികൾ വിഷമിച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ മോയിൻസ് സ്കൂളിലെ SMCയിലേക്ക് ഉള്ള ആളാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി പൈസ ഇല്ലാതെ കുട്ടികളെ ആഗ്രഹം ഒന്ന് വീട്ടിൽ വന്ന് പറഞ്ഞാലോ അവരുടെ അവസ്ഥ ദയനീയമാണ്. ആ ഫണ്ട് വരെ കൊടുക്കുന്നുണ്ട് PM ശ്രീ പദ്ധതിയിൽ. അപ്പൊ നമ്മളിങ്ങനെ അടിമളായിട്ട് ഇരിക്കണ്ട. LDFന്റെയും UDFന്റെയും അടിമ പൊട്ടക്കിണറ്റിലെ ഇങ്ങനെ തന്നെ പറയാണ്, പൊട്ടക്കിണറ്റിലെ അടിമ തവളകളായിട്ട് ഇരിക്കണ്ട.
കേറി പോന്നോളൂ. ഈ ചാണകം വിളിച്ച് കളിയാക്കുന്നവരോട് ഞാൻ പറയുന്നു, ചാണകം തേച്ച കൊട്ട ഇട്ടുതരാം, ഇട്ടുതരാം, കേറി പോന്നോളൂ, കൂടെ നിന്നോളൂ. ഞാൻ ഇൻസൾട്ട് ചെയ്യാൻ പറയുന്നതല്ല കേട്ടാ, എനിക്ക് അവരുടെ മനോഭാവത്തോടുള്ള ഒരു സഹാനുഭൂതി, ഒരു എമ്പതി, അതുകൊണ്ട് പറയുന്നതാണ്. കഴിവുള്ള ഒരുപാട് ആളുകൾ BJPയിലേക്ക് വന്നിട്ടുണ്ട്, എസ്പെഷ്യലി ക്രിസ്ത്യാനിറ്റിന്ന്. അവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടാണ്. ഓസ്ട്രേലിയയിലെ ഒരു മിനിസ്റ്റർ ആരാ? മലയാളിയാണ്. സ്ഥാനാർത്ഥികൾ വേണമെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കണ്ട് അദ്ദേഹം അപ്ലൈ ചെയ്തു. അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കിട്ടി, അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകൾ ഷെയർ ചെയ്യാൻ അവസരം കിട്ടി. ആ ആളാണ് ഒരു മെയിൽ നേഴ്സാണ്, കോട്ടയത്തു നിന്നുള്ള ആളാണ്. ഓസ്ട്രേലിയയില് സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്ന് പിന്നീടും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അവിടെ പെർഫോം ചെയ്യാൻ അവസരം കൊടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ LDFിലും UDFിലൊക്കെ ഏറ്റവും കൂടുതൽ പോലീസിന്റെ അടി കൊണ്ട ആളുകൾക്ക്, ഏറ്റവും കൂടുതൽ കേസിൽ പെട്ട ആളുകൾക്ക്, ഏറ്റവും കൂടുതൽ വഴി മുടക്കി ജാഥ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്ക്, അവർക്ക് മാത്രമാണ് ഇവിടേക്ക് അവസരം കൊടുക്കുള്ളൂ. പക്ഷെ BJPയിൽ അങ്ങനെയല്ല. ഒരുപാട് പുതുമകൾ കടന്നു വരാണ്. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കടന്നു വരാണ്. അവർക്കായിരിക്കും BJPയിൽ NDAയിൽ അവസരം കിട്ടാൻ പോകുന്നത്. ഇത്ര പെർസെന്റേജ് മാറ്റിവെച്ചേക്കാണ്. എന്നിട്ട് ഞാൻ പിന്നെയും പറയുന്നു, കടന്നു വരണം. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകൾ കടന്നു വരണം. മാറിത്തരാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് മാറിത്തരാൻ തയ്യാറാണ്. ഇത്ര പെർസെന്റേജ് 10% ഒക്കെയാണ് പറയുന്നത്. ഞാൻ കൂടുതലൊന്നും എനിക്കറിയില്ല. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കും എന്നാണ് പറയുന്നത് BJPയില്. ഇപ്പൊ ഒരു അവസരം കൊടുക്കാണ് നമ്മള്, BJP ഒരു അവസരം കൊടുക്കാണ്. നെക്സ്റ്റ് വരുന്ന നിയമസഭാ ഇലക്ഷൻ ഇത്ര പെർസെന്റേജ് പുതുമുഖങ്ങൾക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതുമുഖങ്ങൾക്ക് ഡെബ്യൂ കാൻഡിഡേറ്റ്സിന് അവസരം കിട്ടും എന്ന് പ്രഖ്യാപിക്കും. ആളുകൾ കുത്തൊഴുക്ക് പോലെ വരും. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റി തന്നെ വരും. തൃശ്ശൂർ വന്ന പോലെ, ഇപ്പൊ ഇടുക്കിയിൽ വരുന്ന പോലെ, കോട്ടയത്ത് വരുന്ന പോലെ, പത്തനംതിട്ടയിൽ വരുന്ന പോലെ, എറണാകുളത്ത് വരുന്ന പോലെ വരും. പാലക്കാട് നിന്ന് വരുന്നുണ്ട്. പാലക്കാട് നിന്ന് ഇപ്പൊ ഒരുപാട് ആളുകൾ പറഞ്ഞ സ്ഥലങ്ങൾ പറയുന്നില്ല. അവർ കടന്നു വരാൻ തയ്യാറാക്കിയിട്ട് 100, 50, 200 ആളുകൾ വരെ ഒരുമിച്ച് വരാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അവസരം കിട്ടുന്നുള്ളൊരു ഗ്യാരണ്ടി. അതാണ് ഇവിടെ NDAയുടെ ഒരു സ്പെഷ്യാലിറ്റി. ഒന്നുകൂടി പറയുന്നു, ബീഹാറിലെ കോൺഗ്രസിന്റെ നനഞ്ഞ പടക്കം പോലെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. 60 സ്ഥാനത്ത് നിന്നിട്ട് സ്ഥാനാർത്ഥികളില് 6 എണ്ണത്തിലും മാത്രം, വെറും 6 സ്ഥലത്താണ് ഷോ കാണിക്കുന്നുള്ളൂ. 6 ഷോ കാണിക്കുന്നുണ്ട് ബീഹാറില്. അഹങ്കാര രാഷ്ട്രീയം. പണ്ട് വിദേശികളെ ഉണ്ടാക്കിയിട്ടുണ്ട് പോയ പാർട്ടിയെ ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് വിദേശികള്. എങ്ങനെ ജനം അംഗീകരിക്കും? എന്ത് ന്യായമുള്ള? ഇപ്പോഴും കേരളത്തിൽ കുറെ ആളുകളെ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എവിടെ ആള് മത്സരിച്ചത്, വയനാട് വൻ ഭൂരിപക്ഷമായിരുന്നു കൊടുത്തത്. അടിമ രാഷ്ട്രീയമാണത്, അടിമത്തം. BJPക്ക് അവിടെ ജയിക്കാൻ കഴിയുന്നത് ജനങ്ങൾക്ക് ഇന്ത്യയുടെ വളർച്ച മനസ്സിലായി. മുരടിച്ച് കിടന്ന സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും എല്ലാ തലത്തിലും മുരടിവെപ്പ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. കാരണം ഇതുവരെ ഭരിച്ച ആളുകള് പ്രതീക്ഷിച്ചിരുന്നത് എങ്ങനെ നന്നായി ഭരിച്ചാലും, അഴിമതി ഇല്ലാണ്ട് ഭരിച്ചാലും കൂടി കഴിഞ്ഞാൽ ചെറിയൊരു പെർസെന്റേജ് ആണ് ഈ പാവപ്പെട്ടവരുടെയൊക്കെ നിലവാരം ഉയർത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കത് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണടച്ചടക്കുന്ന അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലെ ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും വലിയ പണക്കാരായിട്ട് ഒരു 100 പേർക്കോ 1000 പേർക്കോ 10000 പേർക്കോ ജീവിക്കാം. എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് ബംഗ്ലാവുകളൊക്കെ ഉണ്ടാക്കിയിടാം. ഇപ്പൊ നമ്മുടെ കേജ്രിവാളും പറഞ്ഞു കേട്ടു, എവിടേക്കോ കുറെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേജ്രിവാളും. അയാളെ നിന്ന് ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം വരെങ്ങനെ ചെയ്യണമെങ്കിൽ ഇവർക്കൊക്കെയാണ്ട് സുഖ ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ, നക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ തന്നെ പറയാണ്. ചക്രക്കോടത്തിൽ വിരലിട്ട് നക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാര് നക്കിക്കൊണ്ടിരിക്കും മരണം വരെ. പിന്നെ പുച്ഛാണ്. പക്ഷെ മോദിജി അങ്ങനെയല്ല. കഷ്ടപ്പാട് എന്താന്ന് അറിഞ്ഞ ആളാണ്. ലൈഫിലെ ബിറ്റർ ആൻഡ് ബെറ്റർ എക്സ്പീരിയൻസ് എന്താന്ന് അറിഞ്ഞ ആളാണ്. അപ്സ് ആൻഡ് ഡൗൺസ് എന്താന്ന് ശരിക്കും ജനങ്ങളുടെ അപ്സ് ആൻഡ് ഡൗൺസ് എന്താന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം.
ആഴ്ചയിൽ ഒരു ദിവസം എത്ര ദിവസം എന്തോ അദ്ദേഹം പട്ടിണി കിടക്കുന്നു പറഞ്ഞത്. അമേരിക്കയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്റർവ്യൂവർ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച കാര്യമാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ എത്ര ദിവസം പട്ടിണി കിടക്കും, ഫുഡ് കഴിക്കേണ്ടെങ്കിൽ ഇരിക്കില്ലല്ലോ എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞത്, മോദിജി പറഞ്ഞെന്താണെന്നറിയോ, ജനങ്ങളുടെ പട്ടിണി മാറാനാണ്. ജനങ്ങളുടെ പട്ടിണി മാറാനാണ് ആ രാജ്യത്തെ നയിക്കുന്ന ലീഡർ പറഞ്ഞത്. ഞാൻ പട്ടിണി എന്താണെന്ന് അറിയണം, എനിക്കും അറിയണം. ജനങ്ങളുടെ പട്ടിണി മാറാനാണ് അദ്ദേഹം പട്ടിണി കിടക്കുന്നത് എന്ന് പറയുമ്പോൾ വേൾഡിൽ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ മോദിജീനെ ജനങ്ങൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ ഒരു വഴിയുമില്ല. എന്ന പോലെ ആള് ഒരുവിധം ജോലികളൊക്കെയും ചെയ്ത ആളാ. എന്താ പറയാ, ഒക്കേഷണൽ ജോബ്സ്. ഹി ഹാസ് ഡൺ മെനി ടൈപ്സ് ഓഫ് ഒക്കേഷണൽ ജോബ്സ്. എക്സ്പീരിയൻസ്ഡ് ആണ്. ഹാർഡ് വർക്ക് ജീവിക്കുന്ന മനുഷ്യര്, ഹാർഡ് വർക്ക് ചെയ്തിട്ടും ജീവിതം രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പറ്റാത്ത ആളുകളുടെ റിയൽ ലൈഫ് എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇന്ത്യനെ ഭരിക്കണം. യോഗിജി ഉത്തർപ്രദേശില്, യോഗിജിയുടെ ഫാമിലി ബന്ധുക്കൾ ഇപ്പോഴും പഴയ ലെവലിൽ ജീവിക്കുന്നു. കേരളത്തിലെ സ്വപ്നം കാണാൻ പറ്റോ? കേരളത്തിൽ ഭരിക്കുന്നവരുടെ ബന്ധുക്കൾ മൊത്തം പണക്കാരായിട്ടുണ്ടാവും, ബിനാമി ഏർപ്പാടുകൾ ഉണ്ടാവും, കേരളത്തിന് പുറത്തുണ്ടാവും. അപ്പൊ നമുക്ക് യോഗിജിയും മോദിജിയാണ് ഒരുപാട് ലീഡേഴ്സ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപാട് ലീഡേഴ്സ്. നമ്മുടെ കേരളത്തിൽ ഭരണം കിട്ടിയിട്ടില്ല, അതിന്റെ ഞാൻ പറയുന്നില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ എന്നാൽ യുപിയിലെ ഒരുപാട് ആളുകൾ കാണിച്ചു കൊടുക്കാണ്, റിയൽ റൂളിങ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാണ് ജനങ്ങൾക്ക് വേണ്ടി. ജനങ്ങൾക്ക് ഒപ്പം മാറും. കേരളത്തിൽ മാറണം. ഒന്നുകൂടി പറയാണ്, കേരളത്തിലെ കോൺഗ്രസ്സുകാരൊന്ന് മാറി ചിന്തിച്ചോളൂ. നമുക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഗോഡ്സ് ഓൺ കൺട്രി ആവാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കളുടെ ഭാവിക്ക് വേണ്ടി, എല്ലാത്തിനുപരി ഓൺ ടോപ്പ് ഓഫ് ഏജായി വയ്യാതിരിക്കുന്ന അവസരത്തിൽ സ്വന്തം മക്കളുടെ കൂടെയും പേരമക്കളുടെ കൂടെയും ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും വേണം. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അതില്ല. ഇപ്പോഴത്തെ ഓൾഡ് ഏജഡ് ആയിട്ടുള്ള ആ തലമുറയ്ക്ക് അതില്ല. നമുക്കെങ്കിലും വേണ്ടേ? മാറി ചിന്തിച്ചോ. അല്ലെങ്കിൽ മക്കളൊക്കെ അബ്രോഡായിരിക്കും, രക്ഷപ്പെടാൻ വേണ്ടി അബ്രോഡ് വിട്ടു പോകും. വെറുതെ പോണതല്ല. ഓരോ ഫാമിലി, ഓരോ ആളുകൾ പോണത് 30-40 ലക്ഷം ചെലവാക്കിയിട്ടാ. ഞാൻ പഠിക്കാൻ പോണത് ഇതുപോലെ തന്നെ 30-40 ലക്ഷം ചെലവാക്കിയിട്ടാ. ഈ അബ്രോഡിക്ക് പഠിക്കാനും മൈഗ്രേഷന് വേണ്ടി പോകുന്ന പൈസ മാത്രം മതി കേരളം റിച്ചാക്കാൻ. കേരളം എന്താക്കാൻ? സിംഗപ്പൂർ പോലെ UAE പോലെ കേരളത്തിനെ മാറ്റി ഈ കൊച്ചു കേരളമാണ്. വെറും 3 കോടിയുള്ള ഈ ഏത്തപ്പഴം പോലെ കിടക്കുന്ന ഈ കൊച്ചു കേരളം. ഇവിടെ ഉണ്ട് കേരളം. എപ്പോഴും ഞാൻ വെക്കുന്നത് കാണുന്നതല്ല, ഇന്റർനാഷണൽ ലെവലിൽ ചിന്തിക്കാനും ഇന്ത്യ എന്താണെന്ന് ചിന്തിക്കാനും ഈ കേരളം എന്ന പൊട്ടക്കെന്റിലെ LDF UDF അടിമ തവളകൾ ഫ്രോക്സ് ആയി ജീവിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിതൊക്കെ വെച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇതൊക്കെയും ഇന്ത്യ എന്താണെന്ന് അറിയാൻ. എന്താ പറയുക, ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ആണ് കേട്ടാ. എല്ലാവർക്കും താല്പര്യം എനിക്ക് അറിയില്ല. നമ്മൾ കേരളത്തിലെ ചാനലുകളിൽ കാണും നിർത്താം. എന്നിട്ട് ദേശഭക്തി ഉള്ള ചില ചാനലുണ്ട്. ജനൻ TV ഉണ്ട്, ഏഷ്യാനെറ്റും കുറച്ച് ഭേദപ്പെട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാനലിലാണ് കണ്ടോളൂ. ഇംഗ്ലീഷ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ പൊട്ടക്കെറ്റിലെ തവളകൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ നമുക്ക് ജീവിക്കേണ്ടി വരും. കേരളത്തില് വളരാൻ വിടില്ല. എഡ്യൂക്കേറ്റഡ് ഉള്ള ആളുകളും കേരളത്തിൽ വളരാൻ വിടില്ല. വിട്ടുകഴിഞ്ഞാൽ യുവമാർക്ക് ഓടി പിടിക്കാനും കല്ലെറിയാൻ ആളെ കിട്ടില്ല, കേസുകളിൽ പെടുത്താൻ ആളെ കിട്ടില്ല, റോഡ് ബ്ലോക്കാക്കി അളിഞ്ഞ ചാളി രാഷ്ട്രീയം കളിക്കാൻ ആളെ കിട്ടില്ല. BJP എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഡൽഹിയിൽ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് സമരങ്ങൾ ചെയ്യണം കണ്ടിട്ടുണ്ടോ? ഇപ്പൊ BJP ഭരണം ഇവിടെ വന്നാൽ ഞാൻ പറയണ ഇവിടെ ഒരു റോഡും ബ്ലോക്കാക്കി സമരം ചെയ്യില്ല, ജാഥകൾ നടത്തില്ല. അപ്പൊ LDFന്റെ UDFനോട് അളിഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയാ, നിങ്ങൾ ഈ റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് നടത്തുന്നുണ്ടല്ലോ വലിയ വലിയ ജാഥകളൊക്കെ, അതൊക്കെ ഏതെങ്കിലും വല്ല വിശാലമായ ഗ്രൗണ്ട് വാടക എടുത്ത് അവിടെ ആഞ്ഞ് വിളിച്ച് ഒരു 5 റൗണ്ട് അടിക്കുക, ആഞ്ഞാഞ്ഞ് വിളിക്കുക, 5 റൗണ്ട് അടിക്കുക. മൊത്തം ലൈവ് ഇടാ, ഇതുപോലെ ലൈവ് വിടാ, ജനങ്ങൾ കണ്ടോളും. അല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ട്, ഹോസ്പിറ്റലിലേക്ക് പോണ ആളുകൾ ആംബുലൻസ് വരെ ബ്ലോക്ക് ആക്കി എടുക്കും. നമ്മൾ സിനിമകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലും സിനിമകളിൽ കാണുന്നതൊക്കെ ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. അതിലും റോങ് ആണ് റിയൽ ലൈഫില്. മാഫിയകളുടെ കളിയാണെങ്കിലും കൊട്ടേഷൻ കളികളാണെങ്കിലും
നമ്മൾ സിനിമകളിൽ കാണുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് പറയും. പക്ഷെ അതിലും അളിഞ്ഞ കളികൾ കളിക്കും റിയൽ ലൈഫിൽ. കാരണം അത്രയൊന്നും സിനിമയിലിട്ടാ സിനിമ ഇറങ്ങില്ല. അതുകൊണ്ടാണ് അറിയാലോ കേരളത്തിലെ അളിഞ്ഞ രാഷ്ട്രീയം. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയോട്. ഞാൻ അവരോട് പറയുന്നുള്ളൂ ആസ് എ ക്രിസ്ത്യൻ, മൈനോറിറ്റി മോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും ക്രിസ്ത്യാനിറ്റിയോട്, മാറിപ്പോരെ, ചേർന്ന് നിന്നോളൂ BJPക്ക് ഒപ്പം. അപ്പൊ നമ്മുടെ മിഷണറീസ് തന്നെയാണ്, കേരളത്തിൽ നിന്നുള്ള മിഷണറിമാർ തന്നെയാണ് ഇന്ത്യയിൽ മൊത്തം സ്കൂളുകൾ നടത്തുന്നത്, ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ഭംഗിയായിട്ട് പോകണം. അപ്പൊ സപ്പോർട്ട് വേണം. അതിനുകൂടി വേണ്ടി പറയുന്നതാണ്. ഒന്ന് മാറി ചിന്തിച്ചോളൂ. ഓക്കെ. അപ്പൊ കമന്റ്